പ്രിയമുള്ളവരെ, ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ഷിജു ഏലിയാസ് എഴുതിയ ഇന്ത്യൻ ഫാസിസത്തിനെതിരെ നരേന്ദ്രമോദിയുടെ നാളുകൾ സംഭവിക്കുന്നത് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യയും ഇപ്പോൾ കേരളവും അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും പ്രസിദ്ധീകരിക്കപ്പെടേണ്ട ഒരു പുസ്തകം എന്ന നിലയിലാണ് ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് ഇതിൻ്റെ പ്രസിദ്ധീകരണ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. ഫാസിസത്തിനെതിരെ നടത്താവുന്ന എല്ലാ പ്രതിരോധങ്ങളിലും എപ്പോഴും ഉണ്ടാവണം എന്ന് തന്നെയാണ് ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ന് ഈ വേദിയിൽ കേരളത്തിൻ്റെ ദൈക്ഷണിക ലോകത്ത് എരിക്കഞ്ചി പോലെ ജ്വലിച്ചു നിൽക്കുന്ന ദിഷണാശാലി ഡോക്ടർ പി കെ പോക്കർ സി അശോകന് നൽകി പ്രകാശനം ചെയ്യുന്നത്. ഈ പ്രകാശന ചടങ്ങിലേക്ക് ഞാൻ ഡോക്ടർ പി കെ പോക്കറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് എഴുത്തുകാരനും നിരൂപകനുമായ ശ്രീ സി അശോകനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരൻ ഷിജു ഏലിയാസ് വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരനും ചിന്തകനും അധ്യാപകനുമായിട്ടുള്ള രാജേഷ് കെ എരുമേലി വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരനും ചിത്രകാരനുമായിട്ടുള്ള രാജേഷ് ചിറപ്പാടുണ്ട്. രാജേഷ് ചിറപ്പാടിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിനും സംസാരിക്കുന്നതിനും വേണ്ടി കേരളത്തിൻ്റെ ദിഷണാശാലിയായിട്ടുള്ള ഡോക്ടർ പി കെ പോക്കർ സാറിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. രാജേഷ് ചെറുപ്പാട് ഈ വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി പോക്കർ സാറിനെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ള സുഹൃത്തുക്കൾ, പ്രിയ സുഹൃത്ത് ഷിജു ഏലിയാസിൻ്റെ ഇന്ത്യൻ ഫാസിസത്തിനെതിരെ നരേന്ദ്രമോദിയുടെ നാളുകളിൽ ഇന്ത്യക്ക് സംഭവിക്കുന്നത് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇവിടെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഷിജു ഏലിയാസിനെ ഏതാണ്ട് 30 കൊല്ലം മുമ്പാണ് ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്ന് അന്റോണിയോ ഗ്രാംഷിയുടെ ഏതാനും ലേഖനങ്ങൾ മലയാളത്തിലേക്ക് പ്രോഗ്രസ് പബ്ലിഷേഴ്സിന് വേണ്ടി പരിഭാഷപ്പെടുത്തുന്ന സന്ദർഭമായിരുന്നു. വാസ്തവത്തിൽ അന്ന് എനിക്കത് ഒരു അത്ഭുതമായിരുന്നു. കാരണം ഗ്രാംഷിയുടെ രചനകൾ അത്രയൊന്നും പരിചിതമായി കഴിയാത്ത ഒരു കാലത്ത് ഷിജുവിനെ പോലുള്ള ഒരാൾക്ക് ആ ദൗത്യം ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നത്, ആ ദൗത്യം നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വവും ധൈര്യവും പ്രകാശിപ്പിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ദിഷണാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ശേഷിയും പ്രതിബദ്ധതയുമാണ് പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ സൗഹൃദം പുസ്തകങ്ങളിലൂടെ, എഴുത്തിലൂടെ, പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളിലൂടെ വളർന്നു വന്ന ആ ഒരു തുടർച്ചയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പുസ്തകോത്സവത്തിൽ
നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയുക എന്നതാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ്റെ, ഒരു എഴുത്തുകാരിയുടെ ഉത്തരവാദിത്വം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്ന ആളുകൾ, കാര്യങ്ങളൊക്കെ മാറുകയല്ലേ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ എന്ന് പലരും, പല സുഹൃത്തുക്കളും വ്യക്തിപരമായും വേദികളിലും ചോദിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മൾ പറയാതിരുന്നാൽ അതിനർത്ഥം നമ്മൾ മരിച്ചു കഴിഞ്ഞു എന്നാണ്. നമ്മൾ പറയുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ ജീവിക്കുന്നു എന്നും നമ്മൾ അതിജീവിക്കാൻ വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നു എന്നുമാണ്. അതുകൊണ്ട് തീർച്ചയായും ഷിജു ഏലിയാസിനെ പോലെ മറ്റ് പലരും ഇന്ത്യയിലാകെയും കേരളത്തിലും എഴുതിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ആശയാധികാര വ്യവസ്ഥയുടെ വിമർശനങ്ങൾ നാളെ ചരിത്രത്തിൽ വലിയ ഒരു സ്ഥാനം, വലിയൊരു അടയാളം ആയി നിലനിൽക്കും. അത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏത് സാമൂഹിക പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഏത് സാംസ്കാരിക പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഏത് ജനാധിപത്യവാദിയെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമായി ഏറ്റെടുക്കേണ്ട, അനിവാര്യമായി നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണ്. കാരണം ഒരു രാജ്യം മുങ്ങിപ്പോകുമ്പോൾ, ഒരു ദേശരാഷ്ട്രം ആകെ കൂടി തകർന്ന് തരിപ്പണമായി പോകുമ്പോൾ, അങ്ങനെ തരിപ്പണമായി പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് നിരന്തരം പ്രക്ഷേപിച്ചു കൊണ്ടിരിക്കേണ്ടത് ഒരു ജനാധിപത്യവാദിയുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലം, പ്രത്യേകിച്ച് ഈ ഷിജു ഏലിയാസ് എഴുത്തും വായനയുമായി അദ്ദേഹം ജോലി ചെയ്യുന്നത് പഞ്ചായത്ത് വകുപ്പിലാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം എന്നെ പോലുള്ള ആളുകളൊക്കെ, ഇവിടെ ഇരിക്കുന്ന സത്യമാഷ പോലുള്ള ആളുകളൊക്കെ അക്കാദമിക് മേഖലകളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായും ആ മണ്ഡലത്തിൽ സ്വാഭാവികമായി പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ആ സൗകര്യങ്ങൾ അർഹിക്കും വിധത്തിൽ ലഭ്യമല്ലാത്ത ഒരു വകുപ്പിൽ ജോലി ചെയ്യുമ്പോഴും നിരന്തരം നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തെ സംബോധന ചെയ്തുകൊണ്ട് എഴുതുകയും നിരന്തരമായി ഈ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിനെ വലിയ രീതിയിൽ, വലിയ പ്രശംസയോടുകൂടി കാണേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളിൽ നമ്മളൊക്കെ മുഴുകണമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങളെ പലപ്പോഴും ആളുകൾ ചെറുതാക്കി കാണുന്ന ഒരു പ്രവണത ഉള്ളത് കൊണ്ടുകൂടിയാണ് ഞാനിത് ഇവിടെ പ്രത്യേകം പറയുന്നത്. കാരണം ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാന്തങ്ങളിലേക്ക് തള്ളി നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പല രീതികളിൽ ബുൾഡോസർ രാജികൾക്കിടയിലേക്ക് അമർന്നു പോകുന്ന മനുഷ്യരോടുള്ള ഐക്യദാർഢ്യമായി നമ്മൾ തിരിച്ചറിയണം. ഈ പുസ്തകത്തിലുള്ള ഓരോ ചാപ്റ്ററുകളും വാസ്തവത്തിൽ ഇന്ന് ഒരു സാംസ്കാരിക പ്രവർത്തകന് വായിക്കുക മാത്രമല്ല, പ്രഭാഷകർക്കും മറ്റ് ആശയ പ്രചാരണ രംഗത്തും ഉപയോഗിക്കാവുന്ന ഒരു വലിയ സംഭാവനയാണ്. കാരണം ഓരോ അധ്യായം ആ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, നമ്മുടെ ദേശീയതയുടെ പ്രതീകമായി ഇന്ന് പുതുതായി രംഗത്ത് വരുന്ന പല ഘടകങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിലൊരു ഉദാഹരണം പട്ടേലിൻ്റെ പ്രതിഭയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, ഇന്ത്യ സമം പട്ടേൽ എന്ന് ഗുജറാത്ത് മാറുമ്പം പട്ടേലിനോട് വാസ്തവത്തിൽ ഈ സംഘപരിവാർ ഭരണകൂടത്തിന് ഒരു ആഭിമുഖ്യമില്ല എന്ന് നമുക്കറിയാം. RSSനെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിറക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് പട്ടേൽ എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും അവിടെ പട്ടേലിൻ്റെ പ്രതിമ വരുന്നതോടുകൂടി, പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതോടുകൂടി ഇന്ത്യ എന്നത് പട്ടേലിലൂടെ ലോകത്ത് മുഴുവൻ അറിയപ്പെടുമെന്ന് അതിനെ നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നതിലൂടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പ്രതിദാനം ചെയ്യേണ്ട മഹാത്മാഗാന്ധിജിയും ഡോക്ടർ അംബേദ്കറുമൊക്കെ അപ്പുറത്തേക്ക് അറിയാതെ മാറ്റിവെക്കപ്പെടുകയും അകറ്റപ്പെടുകയും മനുഷ്യരുടെ മനസ്സിൽ നിന്ന്, സമൂഹത്തിൻ്റെ തന്നെ പൊതുബോധത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ചരിത്രത്തെ ഇറേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ നമുക്കെല്ലാം അറിയാലോ. എന്തിന് കേരളം പോലും 1956 മുമ്പുള്ള കേരളം എന്നുള്ളത് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടുരാജ്യങ്ങളെക്കുറിച്ചൊക്കെ
ഭാവി തലമുറ എത്രമാത്രം അറിയും എന്നുള്ളത് നമുക്ക് ഉത്കണ്ഠയുണ്ട്. കാരണം നമ്മുടെ വിദ്യാഭ്യാസം രണ്ട് രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് സ്ട്രക്ചറലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രക്ചറലായിട്ടുള്ള മാറ്റം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ സെമിനാറിന് പോയപ്പോൾ ആലോചിക്കുകയുണ്ടായി. കാരണം കുട്ടികൾ അവിടെ കൊഴിഞ്ഞു പോവുകയാണ്. കാരണം പുതിയ 4 കൊല്ലത്തെ ഒരു പാറ്റേണിൽ ഡ്രോപ്പ് ഔട്ട്സ് എന്നുള്ളത്, ഡ്രോപ്പ് ഔട്ടുകൾക്ക് വേണ്ടി വിഭാവനം ചെയ്യപ്പെടുന്ന രീതിയിൽ അതിൻ്റെ സ്ട്രക്ചറിങ് നടക്കുക എന്നുള്ളത് വല്ലാത്ത അത്ഭുതമുള്ളൊരു സംഭവമാണ്. കാരണം അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ 2 കൊല്ലം കഴിയുമ്പോൾ പിരിഞ്ഞു പോകാം, 3 കൊല്ലം കഴിയുമ്പോൾ പിരിഞ്ഞു പോകാം, 4 കൊല്ലം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകാം. ഈ 4ാമത്തെ കൊല്ലത്തേക്ക് എത്ര പേര് അവശേഷിക്കുന്നു എന്നത് ചോദ്യമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ. ഞാനിപ്പോൾ ഈ ബംഗാളിൽ 2 മാസം മുമ്പ് ബർസാമുണ്ട കോളേജിൽ പോയപ്പോൾ അവിടെ ഇംഗ്ലീഷ് വകുപ്പിലെ ടീച്ചർ പറഞ്ഞത് ഇപ്പോൾ 30% കുട്ടികളായി ഞങ്ങളുടെ ഇൻടേക്ക് എന്നാണ്. അപ്പോൾ ഇന്ത്യ മുഴുവൻ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ലാഭനഷ്ട യുക്തിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടപ്പെടാൻ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലത്തെ അഭിമുഖീകരിക്കാതെ, ഈ കാലത്തെക്കുറിച്ച് പറയാതെ നമുക്ക് എങ്ങനെയാണ് തലയുയർത്തി നടക്കാനും നിൽക്കാനും അതിജീവനവും സാധ്യമാവുക? അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കടൽ നഷ്ടപ്പെടുകയാണ്, നമുക്ക് കടലോരം നഷ്ടപ്പെടുകയാണ്, നമ്മുടെ വിമാനത്താവളങ്ങൾ നഷ്ടപ്പെടുകയാണ്, നമ്മുടെ വിമാനങ്ങൾ നഷ്ടപ്പെടുകയാണ്, നമ്മുടെ റെയിലുകളും റെയിൽ പാളങ്ങളും അതിലോടുന്ന വണ്ടികളും നഷ്ടപ്പെടാൻ പോവുകയാണ്, നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ ഘട്ടം ഘട്ടമായി ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ തീവ്രമായിട്ടുള്ള വിഭജനങ്ങളിലേക്കും ഭിന്നിപ്പുകളിലേക്കും അസ്വസ്ഥതകളിലേക്കും ആകുലതകളിലേക്കും ഷണ്ടകളിലേക്കും ലഹളകളിലേക്കും നീങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ ഒരു അവസ്ഥയിൽ നിന്നാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അമേരിക്ക പോലെ ഇത്രയും വികസിത മുതലാളിത്ത രാജ്യത്തിൽ തന്നെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ള ഒരു പ്രധാന വിഷയം എന്നുള്ളത് നമ്മൾ കണ്ടാണ്. ഫ്രീ ആയിട്ട് കിറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് അവിടെ ട്രംപ് ഇലക്ഷനെ അഭിമുഖീകരിച്ച് നമ്മൾ കണ്ടാണ്. അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുന്ന രംഗങ്ങൾ ചാനലുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ വരുന്ന രീതിയിലേക്ക് ഇത്രമാത്രം വികസിത മുതലാളിത്തം നീങ്ങിയത് നമ്മൾ കണ്ടാണ്. അപ്പോൾ ആ രീതിയിലേക്ക് സ്വകാര്യ മൂലധന താല്പര്യങ്ങൾക്ക് വേണ്ടി സമ്പൂർണമായി നമ്മുടെ രാജ്യത്തെ പണയം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വംശീയവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി, മനുഷ്യർ തമ്മിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കി, എങ്ങനെ ജനതയുടെ ജീവിതം പഴയ മനുവാദ കാലഘട്ടത്തിലേക്ക് സങ്കോചിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഇതുപോലെ ഒരു പുസ്തകം രചിച്ച ഷിജു ഏലിയാസിനും ഇതുപോലെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഗ്രീൻ ലൈൻ പബ്ലിഷേഴ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ ഹ്രസ്വമായ ചടങ്ങിൽ ഇതിൽ പങ്കെടുക്കാനും ഇത് പ്രകാശിപ്പിക്കാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാനും കിട്ടിയ സന്ദർഭത്തിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി. അടുത്തതായി പുസ്തകം ഏറ്റുവാങ്ങിയ സി അശോകൻ. പ്രിയപ്പെട്ട ഡോക്ടർമാഷ്, ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ ഷിജു, രാജേഷ്മാർ രണ്ടുപേരും, വിൻസെന്റ്, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ത്യൻ ഫാസിസത്തിനെതിരെ എന്ന ഷിജു ഏലിയാസിൻ്റെ പുസ്തകത്തിൻ്റെ ഈ പ്രകാശനം നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ ഷിജുവിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി എൻ്റെ പോക്കർ ഭാഷ സൂചിപ്പിക്കേണ്ട ഒരു അക്കാഡമിക് വ്യവഹാര രീതികളിൽ നിന്ന് മാറി ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് സമൂഹത്തെ മാറ്റി തീർക്കുന്ന ഒരു ദൈക്ഷണിക പ്രവൃത്തിയായി എഴുത്തിനെ മാറ്റി തീർക്കുന്ന, ജീവിതത്തെ തന്നെ മാറ്റി തീർക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഷിജുവിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഷിജു നമ്മുടെ ദൈക്ഷണിക ലോകത്ത്, നമ്മുടെ ബുദ്ധിജീവി മണ്ഡലത്തിൽ സ്വയം ബിംബവൽക്കരിക്കാൻ ഇതുവരെ നിന്നു കൊടുത്തിട്ടുണ്ട്. അയാൾ ഒതുങ്ങി മാറി, ഒഴിഞ്ഞു മാറി എപ്പോഴും നടക്കുക. അയാൾ ക്യാമറ വെട്ടത്തിൽ പലപ്പോഴും വരാറില്ല. പക്ഷേ അയാളുടെ എഴുത്തുകളിലൂടെ കടന്നു പോകുന്ന, അയാളുടെ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് അയാളുടെ ആത്മാർത്ഥതയെക്കുറിച്ചും അയാളുടെ പ്രതിബദ്ധതയെക്കുറിച്ചും, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള, മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തോടുള്ള ഒരു പ്രതിബദ്ധത
കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. പക്ഷേ ഷിജുവിനെ നമ്മുടെ സോക്കോൾഡ് ഇടതുപക്ഷത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം കൂടി എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഈയിടത്ത് ഇന്ത്യൻ ഫാഷിസത്തെ കുറിച്ച് ഒരു ഇടതുപക്ഷ ബുദ്ധിജീവി എഴുതിയ പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ ഒരു പ്രധാനപ്പെട്ട ലേഖനമാണ്. ആ ലേഖനത്തിൽ അവസാനം ആ പുസ്തകത്തിൻ്റെ 90% വിദേശത്ത് എഴുതപ്പെട്ട ഇറ്റലിയിലും ജർമ്മനിയിലും ഫാഷിസത്തെ അധികരിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അക്കാദമിക് പഠനങ്ങളുടെ ഭാഗമായി നിരവധി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് മലയാളത്തിലേക്ക് അവനവനാവും പോലെ ആ ആശയങ്ങൾ പകർന്നു വയ്ക്കുന്ന ഒരു ബൗദ്ധികമായ ഉപഭോഗ രീതിയാണ് നമ്മുടെ ബുദ്ധിജീവികൾ നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ആശയങ്ങൾ, ഈ ലേഖനത്തിലെ ആശയങ്ങളും അതുതന്നെ അവസാനം പുള്ളിയുടെ മൗലികമായ ഒരു വാചകമുണ്ട്. അതെന്താണെന്നറിയാം, പുള്ളിയുടെ മാത്രമായിട്ട് സ്വന്തമായിട്ട് അതാണ് അത് ഇന്ത്യൻ ഹിന്ദുത്വ ഫാഷിസം എന്ന് പറയുന്നത് കാട്ടാളന്മാരെ പോലെയാണ്. കാട്ടാളന്മാരുടെ അർത്ഥശൂന്യമായ പൊട്ടിച്ചിരികളാണ് ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾ ഇവിടെ അന്തരീക്ഷത്തിൽ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ മൗലികമായ പുള്ളിയുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നത് അതിനെക്കുറിച്ച് എഴുതണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞ് പൊതുവിൽ ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തെ പിന്നോട്ടടുപ്പിക്കാനായി അത് ഉതകുള്ളൂ, അതുകൊണ്ട് നിങ്ങളത് ചെയ്തെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനത് സഹിക്കാൻ നിർബന്ധിതനായി. അതൊരു പുസ്തകത്തിൽ ഉൾപ്പെടുന്നു, അസഹിഷ്ണുതയുടെ റിപ്പബ്ലിക്കിലാണ്. അപ്പോൾ എന്തായാലും ആ പുസ്തകത്തിൽ ഇത് ഇത്തരം എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഈ കാട്ടാളന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യയിലെ ആദിവാസികളാണ്. ഇവിടുത്തെ ഏറ്റവും അധികാരത്തിലും സമ്പത്തിലും യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്ത ദരിദ്രരായിട്ടുള്ള വലിയൊരു വിഭാഗത്തോട് ആണ് ഈ മനുഷ്യന്റെ മുൻവിധിയിൽ അയാൾ ഈ ഇന്ത്യൻ ഫാഷിസത്തെ സമീകരിക്കുന്നത്. കാട്ടാളന്മാരോട് കാട്ടാളന്മാർക്കറിയാം അവർക്ക് അധികാരവും ഇല്ല സമ്പത്തും ഇല്ലെന്നറിയാം, അവർ ആദിവാസികളാണ്. അപ്പോൾ ഇത് നമ്മുടെ ബൗദ്ധികമായ ഒരു പരാധീനതയുടെ പ്രശ്നമാണ്. നമുക്ക് ചുറ്റുമുള്ള ഫാഷിസവും എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യൻ ജനാധിപത്യത്തെ കുറേശ്ശെയായി റദ്ദ് ചെയ്തുകൊണ്ട് ഇവിടെ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണത്തെ, ഹിന്ദുത്വവൽക്കരണത്തിന്റെ മെക്കാനിസം എന്താണ്, അതിൻ്റെ പ്രവർത്തന പദ്ധതികൾ എന്താണ് എന്നതിനെ കുറിച്ച് ആഴമേറിയ പഠനങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. അതല്ല, പകരം നമ്മൾ പാശ്ചാത്യർ എഴുതിയ അവിടുത്തെ ഫാഷിസത്തെ, നിങ്ങൾക്ക് ഐജാസ് അഹമ്മദ് ഇന്ത്യയിലെ ഫാഷിസത്തെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ ഗ്രാംഷ്യൻ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയ ഫ്രണ്ട് ലൈൻ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി പറയും, നിങ്ങൾ ജർമ്മൻ ഫാഷിസത്തെയും ഇന്ത്യൻ ഫാഷിസത്തെയും സമീകരിക്കരുത്, നിങ്ങൾ ഹിറ്റ്ലറെയും നരേന്ദ്രമോദിയെയും നിങ്ങൾ സമീകരിക്കാൻ ശ്രമിക്കരുത്, അവരൊരുപോലെ അല്ല. ജർമ്മനിയിൽ ഫാഷിസം നടപ്പാക്കപ്പെട്ട രീതിയിലോ ഇറ്റലിയിൽ ഫാഷിസം നടപ്പാക്കപ്പെട്ട രീതിയിലോ അല്ല ഇന്ത്യയിലെ ഫാഷിസം പ്രവർത്തിക്കുന്നത്. ജർമ്മനിയിലും ഇറ്റലിയിലും ഹിറ്റ്ലറും മുസോളിനിയും അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ഭരണകൂട സ്ഥാപനങ്ങളെ, ജനാധിപത്യ സ്ഥാപനങ്ങളെ, പാർലമെന്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തത്, നശിപ്പിക്കുകയാണ് ചെയ്തത്, അതിനെ റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. നേരിട്ടുള്ള സ്വേച്ഛാധിപത്യത്തിലേക്കാണ് അവർ പ്രവേശിച്ചത്. പക്ഷെ ഇവിടെ ഭരണകൂടം സ്ഥാപനങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഭരണഘടനയെ ആന്തരികമായി അകത്ത് നിന്നുകൊണ്ട് കുറേശ്ശെയായി അവർ ഇന്ത്യൻ ഭരണകൂടത്തെ തന്നെ ഫാഷിസ്റ്റ് വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് SIR പോലുള്ള നമ്മളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ വോട്ടവകാശം രേഖപ്പെടുത്താൻ നമ്മുടെ അർഹത പരിശോധിക്കുന്ന ഈ SIR പോലുള്ള പ്രവൃത്തിയിൽ പുതിയ പദ്ധതികളുമായി വരുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരാണ്, അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ, ദലിതർ, അതുപോലെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ, ഇവരൊക്കെ തന്നെയാണ് ഈ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്. അതുപോലും നമ്മൾ തിരിച്ചറിയുമ്പോഴേക്ക് വൈകിപ്പോകുന്നുള്ളൂ. ഒരു രാഹുൽ ഗാന്ധി 6 മാസത്തോളം ഒരു കൂട്ടം ഗവേഷകരെ വെച്ച് പഠിച്ചതിന് ശേഷമാണ് അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഇന്ത്യൻ ഫാഷിസത്തിൽ ഇന്ത്യൻ ഭരണകൂടം എങ്ങനെയാണ് ഈ വർഗീയവൽക്കരണത്തെ, ഹിന്ദുത്വവൽക്കരണത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയെ റദ്ദ് ചെയ്യാതെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫാഷിസം ഇവിടെ ഒരു സ്വാഭാവിക പദ്ധതി എന്ന നിലയിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഞാനും നിങ്ങളും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ ഹാസ് ഓൾറെഡി ബിക്കം
എ ഹിന്ദു രാഷ്ട്ര. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതിനെ ഔപചാരികമായി പ്രഖ്യാപിക്കേണ്ടത് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് താമസിയാതെ അവർ ചിലപ്പോൾ ഔപചാരികമായി പ്രഖ്യാപിക്കാം. ഭഗവത് എന്ന് പറയുന്ന മോഹൻ ഭഗവതിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇവിടെ ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞു, ഇവിടെ ഇനി ഇതിന് പ്രത്യേകിച്ച് ഔപചാരികമായി പ്രഖ്യാപിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്റെയും നിങ്ങളുടെയും അബോധത്തെ പോലും, നമ്മളുടെ ബോധത്തെ മാത്രമല്ല അബോധത്തെ പോലും വർഗീയവൽക്കരിക്കാനും ഫാഷിസത്തിന് അനുകൂലമായ ഒരു കൺസെന്റ്, ഒരു സമ്മത നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാനും ഇവിടുത്തെ ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു പക്ഷേ ഇടതുപക്ഷക്കാരെന്ന് വിചാരിക്കുന്ന ആളുകൾ വരെ ഏറ്റവും കൂടുതൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും ദളിത് വിരുദ്ധ പരാമർശങ്ങളും അവരറിയാതെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ വിക്ടിമൈസ് ചെയ്യുന്ന കാര്യത്തിൽ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ തകർക്കുന്ന കാര്യത്തിൽ, നശിപ്പിക്കുന്ന കാര്യത്തിൽ, അവരെ അടിമ സമാനരാക്കി മാറ്റുന്ന കാര്യത്തിൽ, അവർക്ക് പൗരാവകാശവും മനുഷ്യാവകാശവും നിഷേധിക്കുന്ന കാര്യത്തിൽ ഈ സോക്കോൾഡായ ഹിന്ദുത്വ ഫാഷിസ്റ്റുകളോടൊപ്പം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സോക്കോൾഡായ ചില പ്രോഗ്രസീവ് ഫോഴ്സസും അതിലെ ബുദ്ധിജീവികളും കൂടി അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വർത്തമാനകാലത്തിന്റെ ദുരന്തം. അതിന്റെ കാരണം ഞാൻ എത്ര തന്നെ ആന്റി ഡിപ്പസ് എന്ന് പറയുന്ന ഡെല്യൂസിന്റെ പുസ്തകത്തിൽ ഒരുപക്ഷെ അതിലാണ് ഈ വെസ്റ്റേൺ സൈക്കോളജിക്കലായിട്ട് എങ്ങനെയാണ് ഈ ഫാഷിസം മനസ്സിനെ കോളനിവൽക്കരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുടെ ഭാഗമായി ആ പുസ്തകത്തെ അവലോകനം ചെയ്തുകൊണ്ട് ഒരു അവതാരിക എഴുതിയത് മിഷേൽ ഫുക്കോ എന്ന് പറയുന്ന ചിന്തകനാണ്. അപ്പൊ അദ്ദേഹം ആ അവതാരികയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും നിങ്ങളും ഫാഷിസത്തെ എതിർക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കും. നമ്മൾ എതിർക്കാനായിട്ട് വാചകങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും മനസ്സിനുള്ളിൽ നമ്മൾ ഓരോരുത്തരും ഫാഷിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നില്ല, നിങ്ങളൊരു സെൽഫ് അനാലിസിസ് നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരു ഫാഷിസ്റ്റ് ആവാതിരിക്കുക എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെയും അബോധത്തിന്റെയും തലത്തിൽ അവനവനെ നിരന്തരം ചോദ്യം ചെയ്യുകയും അവനവനെ നിരന്തരം മാറ്റി തീർക്കുകയും അവനവന്റെ ഓരോ പ്രവൃത്തിയും ജനാധിപത്യപരമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ നാരായണ ഗുരുവിന്റെ വാചകം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും തികട്ടി വരുന്നത്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന്റെ സുഖത്തിനായി. ഈ അപരത്വം എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിമാണ് നിങ്ങളുടെ അപരത്വം, അല്ലെ ക്രിസ്ത്യാനിയാണ് നിങ്ങളുടെ അപരത്വമായി നിൽക്കുന്നത്. ആ അപരനെ ആശ്ലേഷിക്കാനുള്ള, ആ അപരനെ കൂടി ചേർത്ത് നിർത്താനുള്ള അതർ എന്ന് പറഞ്ഞാൽ അപരൻ, ഞാൻ നീ എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന സ്വത്വത്തിന് വിപരീതമായി അപ്പുറത്ത് നിൽക്കുന്ന ആ വ്യക്തിത്വത്തെ കൂടി, ആ സത്തയെ കൂടി എന്നോട് ഉൾച്ചേർക്കാൻ തോന്നുന്ന, അതിനെ കൂടി ചേർത്ത് പിടിക്കാൻ തോന്നുന്ന ഒരു ജനാധിപത്യ ബോധം കൊണ്ട് മാത്രമേ ഫാഷിസത്തെ ചെറുക്കാൻ കഴിയൂ. ഷിജു എലിയാസിന്റെ പുസ്തകത്തിന്റെ ഒരു പ്രധാന സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത്, അയാൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ഒരുപക്ഷെ ദിമിത്രോവിന്റെ ഫാഷിസത്തിനെ സംബന്ധിച്ച ദിമിത്രോവിന്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള കൊട്ടേഷൻസ് കൂടാതെ അയാൾ കോട്ട് ചെയ്യുന്നത് മുഴുവൻ ഹിന്ദുത്വ ഫാഷിസത്തിന്റെ ആചാര്യന്മാരായിട്ടുള്ള ഗോൾവാർക്കർ മുതൽ ഇങ്ങോട്ട് ഇന്ന് അവരുടെ ഓർഗനൈസർ പോലുള്ള അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴവരുടെ വ്യവഹാരം, അവരെങ്ങനെയാണ് ഈ വർഗീയ വ്യവഹാരം രൂപപ്പെടുത്തുന്നത്, അതിന്റെ ബലതന്ത്രം എങ്ങനെയാണ് അവർ രൂപപ്പെടുത്തുന്നത്, ഇതൊക്കെ ഇത് അപഗ്രഥിക്കാനുള്ള ഒരു ശ്രമം ഷിജു എലിയാസ് നടന്നു. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഒരു മൗലികതയുള്ളത്. ഈ പുസ്തകത്തിന്റെ എക്സ്റ്റൻഷനായിട്ട്, ഇതിന്റെ തന്നെ ഭാഗമായി ഷിജു എലിയാസിനെ പോലുള്ള ഒരു എഴുത്തുകാരൻ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഒരു ചിന്തകൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടി. കേരളത്തിൽ ഇന്ന് ഫാഷിസത്തിന്റെ, ഹിന്ദുത്വ ഫാഷിസം വളരെ ബോധപൂർവം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണം, അതിന്റെ മെക്കാനിസം എന്താണ്? അത് യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിജീവിയുടെ ലേഖനത്തിൽ വരുന്നില്ല. അതാരും ഞാനും നിങ്ങളും അറിയാനും പോകുന്നത്. പക്ഷേ നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ അവരുടെ സാന്നിധ്യമുണ്ട്. ഞാനും നിങ്ങളും ഒരു നിമിഷം കൊണ്ട് ഒരു മുസ്ലിമിനെ അപരനായി കാണാം, ഒരു ക്രിസ്ത്യാനിയെ അപരനായി കാണാം, ഒരു ദലിതനെ അപരനായി കാണാം, വെറുക്കാം. ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം വളരെ ഗൂഢമായും ഗോപ്യമായും പല രീതിയിൽ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഇന്ന് ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതിന്റെ മെക്കാനിസം എന്താണ്?
അവരുടെ എണ്ണമറ്റ സംഘടനകൾ, പല പേരുകളിൽ, പല രൂപത്തിൽ എണ്ണമറ്റ സംഘടനകൾ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ സജീവമാണ്. ഇത് ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനം എന്താണെന്ന് കൂടി ഞാൻ പറയാം. അത് എൻ്റെ ഫോട്ടോയും പേരും വരണം. ഏതിൽ വരണം? ദേശാഭിമാനി പത്രത്തിന്റെ ജില്ലാ എഡിഷനിലേ വരുള്ളൂ, മനോരമ കൊടുക്കില്ല. അതിൽ വരാൻ വേണ്ടി കാട്ടിക്കൂട്ടലുകൾ നടത്തും, ഫോട്ടോ വരാൻ വേണ്ടി ഇടിച്ചു തരും. ഇതല്ലാതെ ഒരു സാംസ്കാരിക പ്രവർത്തനം കേരളത്തിൽ, കാരണം 10-35 വർഷമായി ഒരു ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ദൗർബല്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്: അവനവനെ പ്രൊജക്റ്റ് ചെയ്യാൻ, സെൽഫ് പ്രൊമോഷന് വേണ്ടി സാംസ്കാരിക സംഘടനകളെയും സ്ഥാപനങ്ങളെയും ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ സോക്കോൾഡ് ലെഫ്റ്റിസ്റ്റുകൾ എന്ന് പറയുന്നത്. അത് തുറന്നു പറയാൻ ഒരു മടിയിരിക്കില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഹിന്ദുത്വ ഫാഷിസം വേരിറക്കുന്നത് തടയാനായിട്ട്, അതിനെ പ്രതിരോധിക്കാൻ പുതിയ തരത്തിലുള്ള വ്യക്തികളും ഗ്രൂപ്പുകളും സംഘടനകളും ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൻ്റെ ഒരു ചുവടുവെപ്പായിട്ടാണ് ഞാൻ ഇന്ത്യൻ ഫാഷിസത്തിനെതിരെ എന്നുള്ള ഷിജു എലിയാസിന്റെ പുസ്തകത്തെ കാണുന്നത്. ഷിജു എലിയാസിന്റെ പഠനം നമ്മുടെ ഇമ്മീഡിയറ്റ് ആയ പരിസരത്ത്, നമ്മുടെ സ്വന്തം പരിസരത്ത്, കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ഇന്ന് ഈ ഫാഷിസം ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ മനസ്സുകളെയും നമ്മുടെ ബോധത്തെയും അബോധത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച കൂടുതൽ പഠനങ്ങൾ കൂടി ഷിജു നടത്തണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ പുസ്തകം സ്വീകരിക്കാൻ കഴിഞ്ഞത് ഉള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. അടുത്തതായി രാജേഷ് കെ ഇരുവേലി നമ്മോട് സംസാരിക്കും. സുഹൃത്തുക്കളെ, വളരെ ഗൗരവകരമായ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഫാസിസത്തിനെതിരെ നരേന്ദ്രമോദിയുടെ നാളുകളിൽ ഇന്ത്യക്ക് സംഭവിക്കുന്നത് എന്ന ടൈറ്റിലിൽ സാംസ്കാരിക ദൈക്ഷണിക രംഗത്ത് ഫാസിസത്തിനെതിരായി നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഷിജു എലിയാസിൻ്റെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നടത്താം. ഫാസിസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇന്ത്യൻ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ മുമ്പ് പ്രഭാഷണം നടത്തി സംസാരിക്കുകയുണ്ടായി. 2 നൂറുകളുടെ വർഷമാണ് 2025. ഇപ്പോൾ 2026 നമ്മൾ എത്തിയിരിക്കുന്നതെങ്കിലും 2025 എന്ന് പറയുന്നത് 2 നൂറുകളുടെ വർഷമാണ്. അതിലൊരു 100 എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ മെയിൻ കാഫിൻ്റെ 100ാം വാർഷികമാണ്. മെയിൻ കാഫ് എഴുതപ്പെട്ടിട്ട് അതിൻ്റെ 1ാം വോളിയം ഇറങ്ങുന്നത് 1925-ലാണ്. മറ്റൊരു 100 എന്ന് പറയുന്നത് ഭരണഘടനയില്ലാത്ത, കൃത്യമായ ഒരു ചട്ടക്കൂടില്ലാത്ത, പ്രത്യക്ഷത്തിൽ ചട്ടക്കൂടില്ലാത്ത ഒരു സാംസ്കാരിക സംഘടന, ഇതെല്ലാം ഇൻവെർട്ടഡ് കോമയിലാണ്, സാംസ്കാരിക സംഘടനയുടെ 100ാം വാർഷികം. അതായത് RSS എന്ന് പറയുന്ന സംഘടനയുടെ 100ാം വാർഷികം. പിന്നെ മറ്റൊരു 60ാം വാർഷികവും വരുന്നു. അതും ഇതിനൊപ്പം, ഈ 2 നൂറുകൾക്കൊപ്പം ഒരു 60ാം വർഷം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. 60ാം വർഷം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ അടിസ്ഥാന രേഖയായിട്ടുള്ള ഗോൾവൽക്കറുടെ വിചാരധാര പുറത്തിറങ്ങിയിട്ട് 60ാം വർഷം പൂർത്തിയാകുന്ന സമയം കൂടിയാണ് 2025-26 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ 100ഉം 60ഉം ഒക്കെ കൂടി ചേർന്നിരിക്കുന്ന ഒരു സംശയം നമുക്കുണ്ടായേക്കാം. ആ സംശയങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം ഈ പുസ്തകത്തിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നതാണ്. ഗോൾവൽക്കർ പറയുന്ന ദേശീയതാ കാഴ്ചപ്പാട്, അതായത് ഒരു ദേശീയ സങ്കല്പം ഉണ്ടാകണമെങ്കിൽ ആരെയൊക്കെ രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെടണം, ആരൊക്കെ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിചാരധാരയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദേശീയതാ സങ്കല്പത്തിന് അനുയോജ്യമായ മണ്ണ് കിടക്കുന്നത് മെയിൻ കാഫിലാണ്. ഇന്ത്യൻ ഫാസിസത്തിന് ക്ലാസിക്കൽ ഫാസിസവുമായി അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ ക്ലാസിക്കൽ ഫാസിസവുമായി ബന്ധമില്ല എന്ന് പറയുമ്പോഴും അതിന് ബന്ധമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യക്ഷത്തിൽ
നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ അധികാര കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളെ ഇല്ലാതാക്കുന്നതിലോ ആ ബന്ധം ഇപ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിലും ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ആ ദിശയിലേക്ക് തന്നെയാണ് ഇന്ത്യൻ ഫാസിസം പതുക്കെ പതുക്കെ നടന്നു നീങ്ങുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ജനസംഘം രൂപീകരിക്കുന്നതിന് മുമ്പ് മൂഞ്ചയെ പോലുള്ള RSSന്റെ ആദ്യകാല പ്രവർത്തകർ മുസോളിനിയെ പോയി കാണുകയും ആ കണ്ടതിന് ശേഷം അവിടുത്തെ ആശയത്തെ മാത്രമല്ല തങ്ങളുടെ വേഷത്തെ, അതായത് തങ്ങൾ രൂപീകരിക്കുന്ന സാംസ്കാരിക സംഘടനയുടെ വേഷം, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് മൂഞ്ചെ കൃത്യമായി മുസോളിനിയെ പോയി കണ്ട് മനസ്സിലാക്കിയ ശേഷമാണ് അതിൻ്റെ രാഷ്ട്രീയ രൂപീകരണം നടന്നത്. അപ്പോൾ ഇന്ത്യൻ ദേശീയത, ഇപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്ന ഈ സാംസ്കാരിക ദേശീയതയുടെ പാഠം കൃത്യമായി കിടക്കുന്നത് ഹിറ്റ്ലറുടെ മെയിൻ കാപ്പിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഫാസിസത്തിന്റെ അധികാര രൂപങ്ങൾ വേറൊരു തരത്തിലാണ്. ഹിറ്റ്ലറുടെ കാലത്ത് നിലനിന്നിരുന്ന രൂപത്തിലല്ല. പിന്നെ രണ്ട് കാര്യങ്ങളിലും ഇവർ തമ്മിൽ യോജിപ്പുണ്ട്. ഞാൻ 1-2 പോയിന്റ്സുകൾ മാത്രം പറഞ്ഞു തരാം. മറ്റൊന്ന്, ഇപ്പൊ ഹിറ്റ്ലറുടെ കാലത്ത് അദ്ദേഹം മെയിൻ കാഫിലൂടെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയും രൂപപ്പെടുത്തിയ ആശയങ്ങളിൽ ഒരു ശുദ്ധി സങ്കല്പം ഉണ്ടായിരുന്നു. ആ ശുദ്ധി സങ്കല്പം എന്ന് പറയുന്നത് ആര്യൻ ശുദ്ധിവാദം ആയിരുന്നു ഹിറ്റ്ലർ മുന്നോട്ട് വെച്ചതെങ്കിൽ ഇന്ത്യയിലെ ഫാസിസത്തിന്റെ അടിസ്ഥാന സങ്കല്പത്തിൽ നിലനിൽക്കുന്നത് ബ്രാഹ്മണിക്കൽ ശുദ്ധിവാദമാണ്. അതാണ് ഇതൊക്കെ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ആര്യൻ ശുദ്ധിവാദത്തെ മുന്നോട്ട് വെച്ചപ്പോൾ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഒരു ബ്രാഹ്മണിക്കൽ ശുദ്ധിവാദത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥയെ നിർമ്മിച്ചെടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഈ ഹിറ്റ്ലറുടെ മെയിൻകാഫും ഗോൾവൽക്കറുടെ വിചാരധാരയും തമ്മിലുള്ള ആശയപരമായ അടിത്തറ എന്ന് പറയുന്നത്. ഹിറ്റ്ലറുടെ കാലത്തെ ആ ഭരണകൂടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നുള്ളത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ആശയാവലി എന്ന് പറയുന്നത് ബ്രാഹ്മണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ആശയമായി നിലനിൽക്കെ തന്നെ അത് ഒരു അധികാര രൂപമായി, ഒരു രാഷ്ട്രീയ ഘടനയായി ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ അവർ കോർപ്പറേറ്റുകളുമായിട്ടും ചേരുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് ഹിറ്റ്ലറുടെ കാലത്തെ അധികാര ഭരണരൂപത്തിൽ നിന്ന് ഇന്ത്യൻ ഫാസിസത്തിനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കേവലമായ അധികാര രൂപത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു സാംസ്കാരിക ആശയമായി ഫാസിസം നിലനിൽക്കുന്ന ഇന്ത്യയിൽ അത് കോർപ്പറേറ്റുകളുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ വിഭവങ്ങളെയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രൂപമായി അത് മാറുന്നുണ്ടെന്നുള്ളതാണ്. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഓപ്പറേഷൻ ഖഗാറിലൂടെ ഛത്തീസ്ഗഡിലെ ആദിവാസി സമൂഹങ്ങളെ മുഴുവൻ ഉന്മൂലനം നടത്തിക്കൊണ്ട്, വംശീയ ഉന്മൂലനം നടത്തിക്കൊണ്ട് ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾക്ക് അവരുടെ ചൂഷണത്തിന് അവരുടെ ഖനികളെയും വിഭവങ്ങളെയും ഒരുക്കി കൊടുക്കാനുള്ള ശ്രമം ഏറ്റവും ഒടുവിലായി ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാവോയിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് അവരെ പറയാറുണ്ട്. മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം മാവോയിസ്റ്റുകളെ ഒതുക്കാൻ വേണ്ടിയാണ് ഖഗാർ പോലുള്ള പദ്ധതികൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോഴും ഇവിടെ നടക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആദിവാസികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇത്തരത്തിൽ വംശീയ ഉന്മൂലനത്തിലൂടെയും നേരത്തെ പറഞ്ഞ പോലെ അപരബോധത്തെയും സൃഷ്ടിച്ചുകൊണ്ട് ഈ ദേശീയതയ്ക്ക്, ഇവർ മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക ദേശീയതയ്ക്ക് എതിരായി നിൽക്കുന്ന എല്ലാവരെയും പുറത്താക്കുന്ന തരത്തിലുള്ള ഭരണകൂട നടപടികളും ഭരണഘടന റദ്ദ് ചെയ്യപ്പെടുമല്ലോ എന്നുള്ളതിൻ്റെ ചർച്ചയിലേക്ക് നമ്മൾ കടക്കാറായിട്ടില്ല. സത്യത്തിൽ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അടുത്ത കാലത്തുണ്ടായ പല വിധികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെങ്ങനെയാണ് ഒരു സാംസ്കാരിക ദേശീയതയെ മുന്നോട്ട് വെക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ആശയങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറി എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അതുപോലെ മാധ്യമങ്ങൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളെയും ഫാസിസം വിലക്കെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ഈ 4 തൂണുകളെയും 4 തൂണുകളിൽ 2 തൂണുകൾ കൃത്യമായി അവരുടെ ആശയങ്ങൾ, അതായത് ഫാസിസ്റ്റ് ആശയങ്ങൾ രൂപീകരിക്കുന്ന ഇടങ്ങളായി പൂർണ്ണമായും മാറിയപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ജനാധിപത്യത്തിൽ നിലനിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് സാധ്യത ഉണ്ടാകുമായിരുന്നു എന്ന് കരുതിയിരുന്ന ജുഡീഷ്യറിയും ഇപ്പോൾ ഫാസിസത്തിന് അനുകൂലമായി മാറുകയാണ്. അവിടുത്തെ ജഡ്ജിമാരെല്ലാം തന്നെ അതിനനുകൂലമായി മാറുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അവർക്ക് മുന്നിൽ ഇന്ത്യൻ ഭരണഘടനയാണ് ഉള്ളത്. അവർക്ക് മുന്നിൽ
ഈ പറയുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്ത്യയെ വിഭജിക്കുന്ന തരത്തിലുള്ള ആശയങ്ങളുടെ രൂപവുമാണുള്ളത്. അത് ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിക്കൊണ്ട് മനുസ്മൃതിയെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു തുടക്കമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ ഭരണകൂട സ്ഥാപനങ്ങൾക്ക് മേൽ പതുക്കെ അധികാരം സ്ഥാപിക്കുകയോ സ്വാഭാവികമായി ഈ ജുഡീഷ്യറിയുടെ ഉൾപ്പെടെ അധികാരങ്ങൾ കൊഴിഞ്ഞു പോവുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ ജനാധിപത്യം മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള പ്രതിരോധങ്ങളും ഫാസിസത്തിനെതിരായ എല്ലാ പ്രതിരോധങ്ങളെയും അഭിവാദ്യം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് എല്ലാ തരത്തിലുള്ള തെരുവിൽ നടക്കുന്ന എല്ലാ പ്രതിരോധങ്ങളെയും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേടുന്നു. അടുത്തതായി രാജേഷ് ചെറുപ്പാട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2 മിനിറ്റാണ് അവശേഷിക്കുന്നത്. എല്ലാം സമയബന്ധിതമായി നടക്കേണ്ട ഒരു ഘട്ടമാണ്. എല്ലാത്തിനും അതിൻ്റെ സമയക്രമം ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത് വളരെ പ്രധാനമാണ്. ഷിബു ഇലിയാസിൻ്റെ ഇന്ത്യൻ ഫാസിസത്തിനെതിരെ എന്ന പുസ്തകം ഇതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പുതിയ എഡിഷനാണിത്. ഈ അടുത്ത സമീപകാലത്ത് യാദൃശ്യമായിട്ട് ഒരു 2 ആഴ്ച മുമ്പ് ഈ പുസ്തകം ഒന്ന് വീണ്ടും വായിക്കാൻ വേണ്ടി ഞാൻ എടുക്കുകയും ഞാൻ വളരെ ആവേശപൂർവ്വം ഇന്നത്തെ ഈ സമകാലിക ഇന്ത്യൻ പരിസരത്ത് ആ പുസ്തകം ഒരു കൈപ്പുസ്തകം റെഫറൻസായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ അത്ഭുതത്തോടുകൂടി തിരിച്ചറിഞ്ഞിട്ട് ഏതാണ്ട് 2 ആഴ്ച വീണ്ടും വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിലെ കുറേ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം വീണ്ടും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ രാംബുനിയാനിയൊക്കെ പോലെ തന്നെ രാംബുനിയാനിയാണ് ഇതുപോലെ ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ വളരെ ജാഗ്രതയോടുകൂടി അദ്ദേഹം പുസ്തകങ്ങൾ രചിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ റിസ്കിലും ഒക്കെ വിതരണം ചെയ്യും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം കോപ്പി ലെഫ്റ്റാണ്. അപ്പോൾ രാംബുനിയാനിയുടെ എഴുത്തുകളാണ് നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, ഒരു ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ആശയ മണ്ഡലത്തെ വലിയ ജാഗ്രതാക്കിയ പുസ്തകങ്ങളായിരുന്നു രാംബുനിയാനിയുടേത്. ഈ രാംബുനിയാനിയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ അതിൻ്റെയൊക്കെ ഒരു മലയാള കേരളീയ പരിസരമാണ് ഷിബു ഇലിയാസിൻ്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം ആ രീതിയിലാണത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളിവിടെ പല സമ്മേളനങ്ങൾ നടത്തുന്നു, ബൗദ്ധിക സംഭാഷണങ്ങൾ നടത്തുന്നു, വലിയ സംവാദങ്ങൾ നടത്തുന്നു, അതൊക്കെ ശരിയാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്ത്യയിലെ ഫാസിസ്റ്റ് കക്ഷികളെ സംബന്ധിച്ചിടത്തോളം, വർഗീയവാദ ഹിന്ദുത്വ ശക്തികളെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടാകാം, കേൾക്കാതെ ഇരിക്കത്തില്ല, വളരെ ശ്രദ്ധയോടുകൂടി അവർ കേൾക്കുന്നുണ്ട്. പക്ഷെ അവർ ഉന്നം വെക്കുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ മാത്രമല്ല. അവരെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഈ പുസ്തകം ശരിയായി വീക്ഷിക്കുന്ന പോലെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എങ്ങനെ പുനർദ്ധരിക്കാം, ക്ഷേത്ര സമുച്ചയങ്ങൾ ഉള്ള ഒരു നഗരം എങ്ങനെ വീണ്ടും പുനർനിർമ്മിച്ചെടുക്കാം, അതിനെ എങ്ങനെ ആധുനീകരിക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കണ്ടതാണ്. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം, ഇന്ത്യയുടെ അഭിമാനസ്തംഭമായ ഒരു ആരാധനാലയത്തെ പൊളിച്ചുകൊണ്ട് അവിടെ മറ്റു തരത്തിൽ അത് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയൊരു അമ്പലം അവിടെ പണിയുന്നത് അങ്ങനെ നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യയിലെ മനുഷ്യരുടെ ഇന്ത്യൻ മനസ്സുകളിലേക്ക് എങ്ങനെയാണ് അത് വളരെ ലളിതമായി വളരെ കൃത്യമായി അതിനെ പ്രക്ഷേപിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിനെ എങ്ങനെയാണ് ചേർക്കാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംഘപരിവാർ ശക്തിയെ സംബന്ധിച്ചിടത്തോളം BJP എന്നൊക്കെ പറയുന്നത് എന്താണ്? BJP എന്ന് പറയുന്ന ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ ഇടപെടാൻ അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നിൽക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ RSSൻ്റെ പ്രവർത്തനങ്ങളാണ്. അത് എല്ലാ ഇടങ്ങളിലും ഉണ്ട്. അത് ഒരു സംഘടനാരൂപമൊന്നും ഉണ്ടാവണമെന്നില്ല. നമ്മുടെയൊക്കെ മനസ്സുകളിലും നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെയൊക്കെ പാഠപുസ്തകങ്ങളിലും നമ്മുടെയൊക്കെ സെക്കുലർ ഇടങ്ങളിലും ഒക്കെ തന്നെ ഈ സംഘപരിവാറിൻ്റെതായിട്ടുള്ള ഐഡിയോളജി, പ്രത്യയശാസ്ത്രം അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈലന്റ് കില്ലർ പോലെയാണ് ഇത് വരുന്നത്. ഡയബറ്റിക് ഒരു സൈലന്റ് കില്ലർ എന്ന് പറഞ്ഞ പോലെയാണ്. ആ ഡയബറ്റിക് പിടിപെട്ട ഒരു മനുഷ്യൻ, ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മളറിയുന്നില്ല. നമ്മൾ ചെറിയ ഇൻസുലിനൊക്കെ എടുത്ത് ഗുളിയെല്ലാം കഴിച്ചിങ്ങനെ പോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കിഡ്നിയെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. അങ്ങനെ സൈലൻ്റായിട്ട് നമ്മൾ മരിച്ചു പോകും. അപ്പോൾ ഇത് വളരെ ജാഗ്രതയോടുകൂടി ഇച്ചിരി ഇൻസുലിനും ഗുളിയെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും
എന്നുള്ളൊരു ജാഗ്രത വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെങ്കിലും. അതുകൊണ്ട് 30 സീറ്റ് പിടിച്ചാൽ കേരള നിയമസഭയിൽ അവരുടെ ഇപ്പോൾ ഈ നിൽക്കുന്ന ഇടങ്ങളിൽ ആരൊക്കെ നിൽക്കുമെന്നും എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും നമ്മൾ പരിശോധിക്കണം. വളരെ ചെറിയ കാര്യമല്ലത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ പുസ്തകം അതിൻ്റെ രാഷ്ട്രീയമായ ഒരു കർത്തവ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറും എന്നുള്ള എല്ലാ ആശംസകളും നമുക്ക് അവസാനിപ്പിക്കും. പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ ഷിജു എലിയാസിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച പ്രിയപ്പെട്ട രാജേഷ് ചെറുപ്പാട് പറഞ്ഞതുപോലെ 2014 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. അതിൻ്റെ ഒന്നിലധികം പതിപ്പുകൾ അന്നേ പോയിരുന്നു. 10 വർഷത്തിന് ശേഷം നോക്കുന്ന സമയത്ത് അന്ന് അതിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അതേപോലെ തന്നെ സംഭവിക്കുന്നു. അങ്ങനെ പറയുമ്പോഴും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ 10 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ എന്താണോ അന്ന് ഭയപ്പെട്ടത് അതേ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത് ചെറിയൊരു ലേഖനം കൂടി ചേർത്ത് കാലികമാക്കിയതിൻ്റെ ഒരു പുതിയ പതിപ്പ് ഇറക്കണം എന്ന് വിചാരിച്ചത്. അതിൻ്റെ പ്രസിദ്ധീകരണം ഗ്രീൻ ലൈൻ പബ്ലിഷേഴ്സ് സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഇതിലെനിക്ക് സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ എങ്ങും കാണുന്നത് ഒരു വശത്ത് ആക്രോശങ്ങളാണ്, മറുവശത്ത് നിശബ്ദതയാണ്. അതിനിടയിൽ സംവാദത്തിൻ്റെ ഒരു മണ്ഡലമില്ല. എനിക്കും നിങ്ങൾക്കും സൗഹാർദ്ദത്തോടെ സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും പറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ചെറുക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാകണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയത്. ഇത് തുടർന്നും ധാരാളം പഠനങ്ങൾ ഈ രംഗത്തുണ്ടാകേണ്ടതുണ്ട്. ഓരോ നിമിഷവും ഇന്ത്യൻ ഫാസിസം അതിൻ്റെ സങ്കേതങ്ങൾ കൂടുതൽ സൂക്ഷ്മമാക്കിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും ഒരു നൂറ്റാണ്ട് പഴകിയ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അതേപോലെ എടുത്ത് പകർത്തിയാൽ ഇതിനെല്ലാം പൊട്ടിക്കാൻ പറ്റുമെന്നുള്ളൊരു മൂഢധാരണയിലാണ് നിൽക്കുന്നത്. പക്ഷേ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ, ഇന്ത്യയുടെ മതേതരത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ, നമ്മുടെ രാഷ്ട്ര സംഘടനയെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ തന്ത്രങ്ങൾ ഓരോ നിമിഷവും പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതൽ സൂക്ഷ്മമാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ അവരുടെ ആയുധങ്ങൾ മൂർച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോഴും തുരുമ്പിച്ച പഴയ ആയുധങ്ങൾ കൊണ്ട് അതിനെ പ്രഹരിക്കാൻ വെറുതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മമായ അന്വേഷണങ്ങളിലേക്ക് നമ്മൾ തന്നെ മാറുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തണമെന്നാണ്. നമ്മുടെ രാജ്യം മാറുന്നു, നമ്മളറിയാതെ നമ്മളും മാറുന്നു. പുരോഗമനവാദികളുടെ ഭാഷ മാറുന്നു. ഒരു കാലത്ത് ഒരു 20 വർഷം മുൻപ് നമ്മളൊരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഒരു വേദിയിൽ കെട്ടിരുന്ന പ്രസംഗത്തിൻ്റെയോ അല്ലെങ്കിൽ വിനിമയത്തിൻ്റെയോ ഭാഷയല്ല, ശൈലിയല്ല ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറയും. കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല. കാലം പിറകോട്ട് നടക്കുമ്പോൾ അതിനനുസരിച്ച് ഫാസിസത്തിൻ്റെതായ ആശയവരികൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്കും വരികയും നമ്മുടെ ഭാഷയെയും നമ്മുടെ സമീപനത്തെയും അത് സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്നു. വന്ന് പുരോഗമനമേത് പിന്തിരിപ്പനേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വളരെ കലുഷമായ ഒരു അന്തരീക്ഷം, ഇവിടെ ഒരു ആശയ അന്തരീക്ഷം ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. ഈ പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങണം, വായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്ത കേരളത്തിൻ്റെ ദക്ഷിണാശാലിയായിട്ടുള്ള ഡോക്ടർ പി.കെ. പോക്കർ സാറിന് ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇത് ഏറ്റുവാങ്ങിയ സി അശോകന് ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ നന്ദി അറിയിക്കുന്നു. എഴുത്തുകാരൻ ഷിജു എലിയാസിനും സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള രാജേഷ് കെ ഇനുമേലിക്കും രാജേഷ് ചെറുപ്പാടിനും ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ മുഴുവൻ ആളുകൾക്കും ഈ അവസരം ഇവിടെ ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ എ.എം. ഷംസീറിനും അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയിൽ സജീവമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യനിഷ്ഠയോടെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ജീവനക്കാർക്കും ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് വൈകുന്നേരം വേദി 6 ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച താച്ചി എന്ന കഥാസമാഹാരം, ദിവിജ എഴുതിയ താച്ചി എന്ന കഥാസമാഹാരം ബഹുമാനപ്പെട്ട സ്പീക്കർ എ.എം. ഷംസീർ നിർവഹിക്കുന്നു. ആ ചടങ്ങിലേക്കും നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട്
ഈ പുസ്തക പ്രകാശന പരിപാടി ഇവിടെ പൂർണ്ണമായി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻ്റെ അഭിവാദനങ്ങൾ.